അതിന്റെ കാരണം പ്രോഗ്രസീവായി ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ചില കുഴപ്പങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഇടയ്ക്ക്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ എത്ര പേര് എന്നെ ഇവിടെ കല്ലെറിയും, എനിക്ക് പേടിയുണ്ട്. എന്നാലും പറയാണ്, വടക്കൻ കേരളത്തിന്റെ ഒരു കലാരൂപമാണ് കൂത്ത്, അല്ല തെയ്യം, അല്ലെ തെയ്യല്ലേ തെയ്യം. ഈ തെയ്യം തീയിൽ ചാടുന്നൊരു തെയ്യം ഉണ്ടോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെ? തീ ചാമുണ്ടിയോ? ആ ചാടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ പരിക്ക് പറ്റുന്നു, വലിയ പ്രയാസപ്പെടുന്നു. ആ തെയ്യം കെട്ടുന്ന ആളുടെ ഭാര്യയും അമ്മയും കുഞ്ഞുങ്ങളും ഇരുന്ന് കരയുന്നു അലമുറയിട്ട്, അല്ലേ? വല്ലാത്ത പരിക്ക്. ഇത് കാണാൻ വേണ്ടി ആളുകൾ വരുന്നു, ഇത് കണ്ട് സന്തോഷിക്കുന്നു വേറൊരു കൂട്ടർ. അതിനകത്തെ ഒരു മനുഷ്യത്വമില്ലായ്മ ഇല്ലേ? നമുക്കത് കാണാൻ കഴിയാതെ ഇരിക്കുന്നുണ്ടോ? ഒരു കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമായിരുന്നു സതി. ഭർത്താവ് മരിച്ചാൽ ഭാര്യ എന്ത് ചെയ്യണം? തീയിൽ ചാടണം. തീ ചാടിയാൽ പൊള്ളിക്കഴിഞ്ഞ മനുഷ്യൻ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ എന്ത് ചെയ്യും? ചുറ്റും നിൽക്കുന്ന ബന്ധുമിത്രാദികളും അയൽവക്കക്കാരും കൂട്ടരും സ്വന്തക്കാരും ഒക്കെ കൂടി കല്ലും കമ്പും ഒക്കെ ഉപയോഗിച്ച് തള്ളി അതിലേക്ക് തന്നെ ഇടും. നമുക്കിപ്പോ ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട്, ഓ എത്ര മൃഗീയമായ മനുഷ്യരായിരുന്നു, എന്താ ഇപ്പൊ അതില്ലാത്തത്? അപ്പൊ നമ്മൾ പറയും, നമ്മൾ പ്രോഗ്രസീവായി, പുരോഗമനവാദികളായി, നമുക്ക് വെളിവും വെള്ളിയാഴ്ചയും ഉണ്ടായി, വിദ്യാഭ്യാസം ഉണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ ഇത് ആരും ചെയ്യുന്നില്ല. എന്നാൽ ഇന്നും ഒരു പക്ഷെ ഒരു 100 വർഷത്തിന് ശേഷം ഇതുപോലെ എന്നെ പോലെ ഇതുപോലെ സംസാരിക്കുന്ന ഒരാൾ വന്ന് പറയും, പണ്ട് ഈ കേരളത്തിൽ തീയിൽ ചാടി അപകടം വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ചില ആചാരങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ. ഞാൻ ഇന്നിപ്പോ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ കണ്ടൊരു സാധനം, ഒരാളുടെ ശരീരം ഇങ്ങനെ കഴുത്തിന്റെ പുറം മുതൽ തൊലിയിൽ തുളച്ചു കയറ്റിയിട്ട് ഹുക്കിട്ട് കാലിന്റെ പാദം വരെ, എന്നിട്ട് അയാളെ ഇങ്ങനെ ഇട്ട് ആട്ടുക, കുട്ടിയെ തൊട്ടിലാട്ടുന്നത് പോലെ. അതും ഒരു ആചാരമാണ്. ഇനി വേറൊരു ആചാരവുമായി ബന്ധപ്പെട്ട് വലിയൊരു പുകിൽ 2018 കേരളത്തിൽ നടന്നു, ഇല്ലേ? എന്താ പറഞ്ഞേ? അപ്പോ അതിലും നമ്മൾ എന്ത് പറഞ്ഞു? സ്ത്രീകൾക്ക് അശുദ്ധി ഉണ്ട്. ഇപ്പോഴും കൂടെ വിശ്വസിക്കുന്നവർ 100% ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ത്രീ അശുദ്ധമായ സമയത്ത് പോവാൻ പാടില്ല. എന്താണ് ഞാനിത് സൂചിപ്പിക്കുന്നത്? എന്താണെന്നറിയോ? നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ പ്രോഗ്രസീവാണ്. ചില കാര്യങ്ങൾ പരീക്ഷ എഴുതിയാൽ നന്നായിട്ട് പഠിച്ച് റാങ്ക് വാങ്ങും, A+ വാങ്ങും, അവർക്ക് അവാർഡ് കൊടുക്കും, ട്രോഫി കൊടുക്കും, ഇതൊക്കെ കൊടുക്കും. അവർ വീണ്ടും പഠിച്ച് ഡോക്ടർ ആവും, എഞ്ചിനീയർ ആവും, അതിനപ്പുറത്ത് IAS ആവും, IPS ആവും, പലതും ആകും. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടിയിട്ടുള്ള, പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ഈ അബദ്ധധാരണകൾ വിശ്വാസത്തിന്റെ പേരിൽ മാറ്റാൻ നമ്മൾ തയ്യാറല്ല. അങ്ങനെ തയ്യാറല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ ഭരണഘടന വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A(H) പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ഒരു കടമ ഈ രാജ്യത്തോട് നിർവഹിക്കാനുണ്ട്. ധാരാളം കടമകളുണ്ട്. അതിലൊരു കടമ ശാസ്ത്ര അവബോധമുള്ളവരാകണം, മാനവികത ഉയർത്തിപ്പിടിക്കണം, പുരോഗമനവാദികളാകണം, യുക്തിചിന്തയുണ്ടാകണം. യുക്തിചിന്ത എന്ന് പറയുമ്പോൾ യുക്തിവാദി എന്നൊക്കെ കേട്ട് നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. യുക്തിചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ പ്രസംഗിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി ഇവിടെ ആകെ ഇരുട്ടാവുമ്പോൾ നമ്മുടെ വായിലേക്ക് ആദ്യം വരുന്നത് ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വര, അല്ലെ? എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും വരിക. പക്ഷെ അത് നമ്മളിങ്ങനെ ശീലിച്ചതിന്റെ ഭാഗമായിട്ട് അങ്ങനെ വിളിക്കുന്നതാണ്. പക്ഷെ ഇവിടുത്തെ സംഘാടകർ എന്ത് ചെയ്യും? സംഘാടകർ നേരെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യുന്ന ആ പുള്ളിയെ വിളിക്കും. ഉടനെ ചോദിക്കും, ജനറേറ്റർ ഇല്ലേ, അത് ഓൺ ചെയ്യും, മണ്ണെണ്ണ വേണോ, ഡീസൽ വേണോ? ഉടനെ തന്നെ അയാൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഠിപ് ഠം എന്ന് പറഞ്ഞിട്ട് കരണ്ട് വരും. അപ്പൊ നമ്മൾ, ഓ ഭഗവാനെ വിളിച്ചത് നന്നായില്ലേ, ഇപ്പൊ തന്നെ കരണ്ട് വന്നു. ആരാണ് ഭഗവാന്റെ പണി ചെയ്തത്, അല്ലേ? ഇതാണ് യുക്തി. കാരണം കരണ്ട് വരാൻ ഒരു കാരണമുണ്ട്. കരണ്ട് പോയത് വേറൊരു കാരണത്താലെയാണ്, അല്ലേ? അതിന് രാഷ്ട്രീയ കാരണം ഉണ്ടാവാം. ഇപ്പൊ നമ്മൾ പവർ കട്ട് കേൾക്കണില്ല, ലോഡ് ഷെഡിങ്ങിന് ഒന്ന് വാക്ക് അറിയില്ല. ഇവിടെ കുട്ടികളുണ്ടെങ്കിൽ അവർ ചോദിക്കുക എന്തെന്നാന്ന് ചോദിക്കും. നമുക്കറിയാം പലർക്കും 10 വർഷം മുമ്പ് വരെയും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയ കാരണമായിരുന്നു. ഇവിടെ ചിലപ്പോൾ കറണ്ട് പോകുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള കാരണങ്ങളാവാം. ഞാൻ സൂചിപ്പിച്ചത്
കാര്യകാരണ ബന്ധം, അതാണ് യുക്തി. ഒരു കാര്യത്തിനൊരു കാരണമുണ്ട്. കോവിഡ് വന്നപ്പോ എല്ലാ അമ്പലങ്ങളും പള്ളികളും ധ്യാന കേന്ദ്രങ്ങളും ഒക്കെ അടച്ചിട്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? വിശ്വാസികളോട് പറയുന്നത് ഇങ്ങോട്ട് വരണ്ട കേട്ടോ, ഇവിടെ ഇല്ല, ഒരു പരിപാടി ഇല്ല, വീട്ടിലിരുന്നാ മതി. നമ്മൾ പോയോ? പോയില്ല. എന്താ പോവാതിരുന്നത്? കോവിഡ് വന്ന് അടിച്ചു പോയാലോ എന്ന് ഭയപ്പെട്ടാണ്. അതാണ് യുക്തി. ഇത് തന്നെയല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ ആർത്തവം എന്താ? സ്ത്രീ ശരീരത്തിന്റെ ഒരു കഴിവാണ്. പ്രത്യുൽപാദന ശേഷി വന്നു എന്ന് ശരീരം തരുന്ന ഒരു അടയാളമാണത്. യു ആർ ബയോളജിക്കലി ഫിറ്റ് എന്ന് പറയുന്ന ഒരു അടയാളമാണ്. ആ അടയാളത്തെ പരമ്പരകളായി പറഞ്ഞു തന്നു. ദാ ഇത് അശുദ്ധിയാണ്, അശുദ്ധിയാണ്, അവിടെ പോകാൻ പാടില്ല, ഉമ്മറത്ത് പോകാൻ പാടില്ല, വിളക്ക് വെക്കാൻ പാടില്ല, മറ്റത് ചെയ്യാൻ പാടില്ല, അടുക്കളയിൽ കയറാൻ പാടില്ല എന്നൊക്കെ ആയിരുന്നു പണ്ട്. ഇപ്പോ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് അത് മാറ്റി നമ്മൾ. അതായത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ മാറ്റം വരുത്തുന്നുണ്ട്. അണുകുടുംബമായപ്പോ അടുക്കളയിൽ സ്ത്രീ കയറിയില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? അതൊന്നും കുഴപ്പമൊന്നുമില്ല, നീ ഇപ്പോ അടുക്കളയിൽ കയറാം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചെന്താണെന്നറിയോ? ഈ പ്രോഗ്രസീവ് എന്ന് പറയുന്ന സാധനം വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റിലൂടെ നമ്മുടെ കൈകളിൽ വാങ്ങിക്കുന്നതിനും അത് വളരെ സേഫായി വലിപ്പിനകത്ത് അലമാരയ്ക്കകത്ത് പൂട്ടിവെക്കുന്നതിനും ഇന്റർവ്യൂവിന്റെ സമയത്ത് അത് കൊടുത്ത് ജോലി വാങ്ങുന്നതിനും വേണ്ടി മാത്രമല്ല. അത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ചെറിയ ലക്ഷ്യമാണ്. ഈ നാട് ആഗ്രഹിക്കുന്നത്, ഈ പ്രോഗ്രസീവ് ക്ലബ്ബ് ആഗ്രഹിക്കുന്നത്, ഈ നാട്ടിൽ മാറ്റമുണ്ടാകണം, ചിന്തയിൽ മാറ്റമുണ്ടാവണം, പ്രവൃത്തിയിൽ മാറ്റമുണ്ടാകണം, അന്ധവിശ്വാസത്തിൽ കുറവുണ്ടാകണം. ഇപ്പൊ നമ്മൾ പറയും ഇനി ഇവിടെ എന്താ അന്ധവിശ്വാസം? ഇവിടെ ഒരു അന്ധവിശ്വാസമല്ല ടീച്ചറെ. ഒരു 50 കൊല്ലം കഴിയുമ്പോൾ പറയും ഇങ്ങനെ ഒരു നാട്ടിൽ ഇനി അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. കാരണം ഇന്ന് നമ്മൾ ഇതിനെ പറയുന്നത് വിശ്വാസം എന്നാണ്. മനുഷ്യന്റെ അവകാശം. എങ്ങനെയാണ് വിശ്വാസത്തെയും അന്ധവിശ്വാസങ്ങളെയും വേർതിരിച്ചറിയുക? മനുഷ്യന്റെ അവകാശങ്ങളെ നിഷേധിക്കുന്ന ഏതെങ്കിലും വിശ്വാസം നമ്മൾ വച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഉരകല്ല്. മനുഷ്യന്റെ അവകാശം, നമ്മുടെ സഞ്ചരിക്കാനുള്ള അവകാശം, പ്രവർത്തിക്കാനുള്ള അവകാശം, നാട്ടിലിറങ്ങി സഞ്ചരിക്കാനുള്ള അവകാശം, ഇത് നിഷേധിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനം, വിശ്വാസം, ആചാരം ഉണ്ടെങ്കിൽ അതിനെ മാറ്റുന്നതാണ് പുരോഗമനപരം, പ്രോഗ്രസീവ്. അത് ഈ നാടിനോട് ചെയ്യുന്ന ഒരു കടമയാണ്, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഉള്ള കടമയാണ്. അങ്ങനെ എത്രയോ അന്ധവിശ്വാസങ്ങൾ നമ്മൾ വച്ചു പുലർത്തുന്നു, നാം അറിയാതെ. അന്ധവിശ്വാസമാണെന്ന് വിചാരിച്ചിട്ടല്ല, നാം അറിയാതെ. ഇതെവിടെ നിന്ന് വരുന്നു? ഞാൻ നിർത്തുകയാണ്. ഇത് വരുന്നത് നമ്മുടെ നാട്ടിൽ 2 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹം, നമ്മളടക്കം, ഞാനും നിങ്ങളും അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, പാരമ്പര്യ ബുദ്ധിജീവികൾ. പാരമ്പര്യ ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത, ബുദ്ധിജീവിയായിട്ട് നമ്മൾ അംഗീകരിക്കും. അവർ പറയുന്ന അനുസരിച്ചേ നമ്മൾ ജീവിക്കുള്ളൂ. അപ്പോൾ അത് എളുപ്പമാണ്. കാരണം നാട്ടിൽ ഇങ്ങനെ പിന്തുടർന്ന് വരുന്ന ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. ഒഴുക്കിനനുസരിച്ച് നീന്താൻ എളുപ്പമാണെന്നല്ല നമ്മൾ പറയാ. ഒഴുക്കിനെതിരെ നീന്തുന്നതാണ് പ്രയാസം. ഇനി ജൈവിക ബുദ്ധിജീവികളുണ്ട്. ജൈവിക ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രസീവ് ക്ലബ്ബ് പോലെ ഈ നാട് ഇത് പോരാ, നമുക്ക് മാറ്റം വരണം, മനുഷ്യനായി ജീവിക്കണം, ഇവിടെ ആരെങ്കിലും ഈ നാടിന്റെ സ്വസ്ഥത തകർക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയിപ്പിക്കണം. ഇപ്പൊ ഈ അടുത്തിടക്ക് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു പടം ഉണ്ട്. ആദ്യത്തെ 1ാമത്തെ വന്നു, നമ്മൾ കാണാറില്ല, പക്ഷെ ചർച്ചയുണ്ട്. എന്താ അതിനകത്ത്? 3 സ്ത്രീകൾ വേറൊരു മതത്തിൽപ്പെട്ടവരുമായി പ്രണയത്തിലായി, അല്ലെങ്കിൽ അവരെ തട്ടിക്കൊണ്ടുപോയി പ്രണയിച്ചു, വിവാഹം കഴിച്ചു, ബീഫ് വായിലേക്ക് തള്ളിക്കയറ്റി തീറ്റിക്കുന്നു. ഇല്ലേ? ഇത് ട്രെയിലറായിട്ട് ഇറങ്ങുക. ഞാനിപ്പോ ബീഫ് കറി കഴിച്ചിട്ടാ വന്നേ. ബീഫും പൊറോട്ടയും കണ്ടാൽ കേരളീയരുടെ കൺട്രോൾ പോകും. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? അതിനകത്തൊരു രാഷ്ട്രീയവും ഇല്ല, മതവും ഇല്ല. ഇഷ്ടമുള്ളവർക്ക് അല്ലെ, ബീഫ് ഇഷ്ടപ്പെട്ടവർക്ക്, ചിലർ കഴിക്കാത്തവരുണ്ടാവാം, വേണ്ട. ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള, എന്നെ സംബന്ധിച്ച് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള DYFI എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു യൂത്ത് സംഘടന, ഒരു കാലത്ത് ബീഫ് ഫെസ്റ്റ് നടത്തി. അപ്പൊ ഇവന്മാരും മിക്കവാറും പരിപാടികൾക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ബീഫ് ഫെസ്റ്റ് നടത്തിയിട്ട് ഒരിടത്ത് പോലും എന്നെ പ്രസംഗിക്കാൻ വിളിച്ചില്ലല്ലോ. അപ്പൊ അവരടുത്ത പ്രാവശ്യം എന്നെ തന്നെ വിളിച്ചു. കാരണം ഈ പ്രസംഗം കഴിഞ്ഞാൽ നല്ല ചൂടാവി പറക്കുന്ന ബീഫ്, ഇതാരെങ്കിലും വായിൽ തള്ളിക്കയറ്റണോ? വായിൽ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈ കടിക്കും. അതാണ് ബീഫ് കറിയുടെ ഒരു പ്രത്യേകത. ആഹാ, സൂപ്പർ സാധനം.
ഇനി ഈ നാട്ടിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടില്ല, അതിന്റെ ചർച്ചയിലൂടെ നമ്മൾ അറിഞ്ഞതാണ്, കാണിച്ചിട്ടുള്ള ഈ 3 സ്ത്രീകളും കേരളത്തിൽ നിന്നുള്ളവരല്ല. കേരളത്തെ പ്രതിനിധിച്ച ഒരു കഥാപാത്രമല്ല ഈ 3 സ്ത്രീകളും. അവര് വടക്കേന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചാണ്, ഉത്തർപ്രദേശ് അങ്ങനെയൊക്കെ ഉള്ളവരെയാണ്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത് UP സ്റ്റോറിന്ന് ഇടാത്തത്, അല്ലെങ്കിൽ ബീഹാർ സ്റ്റോറിന്ന് ഇടാത്തത്, വേണ്ട ഇന്ത്യൻ സ്റ്റോറിന്ന് ഇടാത്തത്? എന്താ ഇതിന്റെ പേര്? കേരള സ്റ്റോറി. അപ്പൊ കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത, കേരളത്തിൽ നടക്കാത്ത ചില സംഗതികൾ കേരളത്തിൽ നടക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നു. എന്താണ് അതിന്റെ താല്പര്യം? ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നു. പ്രോഗ്രസീവ് ക്ലബ്ബ് തീർച്ചയായും ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ കൂട്ടായ്മ ഉണ്ടാകണമെന്നാണ്. മനുഷ്യ കൂട്ടായ്മ. നമുക്ക് കുടുംബ യൂണിറ്റുകളും മറ്റു ഇതൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു ചെറിയ കൂട്ടർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, ആ വിഭാഗക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇവിടെ അതല്ല. എല്ലാ മനുഷ്യരും, തട്ടമിട്ടവരും ഇടാത്തവരും ചന്ദനക്കുറി വരച്ചവരും എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഏകോദര സാഹോദര്യത്തോടു കൂടി ഇവിടെ ഇരിക്കുകയാണ്. ഒരേപോലെ മാനസികാവസ്ഥയിൽ ഇരിക്കുകയാണ്. ഇതാണ് ഈ നാടിന് ആവശ്യം. ഈ മാനസികാവസ്ഥയെ ഇവിടെ എന്നോട് പറഞ്ഞു, ഇവിടെ വന്നപ്പോ എന്താ പറയാ, ഒരു മുസ്ലിം സ്കൂൾ, പക്ഷെ പേര് എന്താ പേര്? കുഞ്ഞിക്കണ്ണൻ വൈദ്യർ അല്ലെ, കുഞ്ഞിക്കണ്ണൻ വൈദ്യർ മെമ്മോറിയൽ മുസ്ലിം സ്കൂൾ. ഇതെവിടെ മാത്രം കാണാൻ പറ്റുള്ളൂ? കേരളത്തിൽ മാത്രം കാണാൻ പറ്റൂ. ഇതാണ് കേരള സ്റ്റോറി. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ നാട് എന്ന് ഓർമ്മിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ 35ാമത് വാർഷികം നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, ആക്രമണം നേരിടാൻ പോകുന്ന ഒരു വിഭാഗം ആരാണെന്നറിയോ? പ്രായമായവരും സ്ത്രീകളും പെൺകുഞ്ഞുങ്ങളും. നമ്മുടെ രാജ്യത്തൊരു നിയമം, ക്രമസമാധാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ സുരക്ഷിതരായി ജീവിക്കുന്നത്. ആ അവസ്ഥ ഇല്ലാതെയായാൽ നമ്മുടെ ഭരണഘടനാപരമായ ഉറപ്പുകൾ തകർക്കപ്പെടും. ടീസ്റ്റ സെറ്റൽവാദ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ മനുഷ്യാവകാശ പ്രവർത്തകയുണ്ട്. ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നിരവധിയായ പോരാട്ടങ്ങൾ നടത്തിയ സ്ത്രീയാണ്. അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയോ? ഈ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം നമ്മുടെ മതം സംരക്ഷിക്കാനോ നമ്മുടെ ജാതി സംരക്ഷിക്കാനോ ആചാരങ്ങൾ സംരക്ഷിക്കാനോ അല്ല. നമുക്കിവിടെ ജീവിക്കണം, എന്നാലേ നമുക്ക് മതമുള്ളൂ. ജീവിച്ചിരുന്നാലല്ലേ മതത്തിന്റെയും ജാതിയുടെയും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളൂ. സുരക്ഷിതമായി ജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഭരണഘടന ഇവിടെ ഉണ്ടാവണം. അപ്പൊ അവരെഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ഭരണഘടനയുടെ കാവലാളാവുക. നിങ്ങളിവിടെ ഖുർആൻ വായിക്കുന്നവരുണ്ടാവും, ഭഗവത്ഗീത പാരായണം ചെയ്യുന്നവരുണ്ടാവും, ബൈബിൾ വായിക്കുന്നവരുണ്ടാവും എല്ലാ ദിവസവും. ഇതൊക്കെ വായിക്കുമ്പോഴും എല്ലാ ദിവസവും മറിച്ചു നോക്കേണ്ട ഒരു പുസ്തകമാണ് ഈ രാജ്യത്ത് ഞാൻ എങ്ങനെ ജീവിക്കാൻ എനിക്ക് അവകാശമുണ്ട്, ഇവിടുത്തെ ഭരണാധികാരികൾ എന്തെല്ലാം എനിക്ക് ചെയ്തു തരാൻ ഉത്തരവാദിത്വമുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടന നമ്മൾ വായിക്കണം. ഭരണഘടനയുടെ കാവലാളാവണം. ആ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന്റെയും കാവലാളാവണം. വലിയ ഒരു പോരാട്ടത്തിന്റെ മുന്നിലേക്ക് കേരളം പോവുകയാണ്. ഈ പോകുന്ന സന്ദർഭത്തിൽ നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താണ്? ഈ നാട്ടിൽ ഭരിക്കുന്നവർ മനുഷ്യരെ എങ്ങനെ പരിഗണിക്കുന്നു? നമ്മുടെ റോഡ്, വീടില്ലാത്തവരുടെ വീട്, ദാരിദ്ര്യത്തിന്റെ അവസ്ഥ, സ്ത്രീകളുടെ അവസ്ഥ, നമ്മുടെ അന്തസ്, ഏറ്റവും സൗഹാർദ്ദ സമാധാനപരമായ സാമൂഹ്യ സാഹചര്യം, ഇതൊക്കെ നിലവിലുണ്ടോ? ഇതൊക്കെ ഒരു ഗവൺമെന്റ് എന്നുള്ളതിലേക്ക് ഈ സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കപ്പെടുന്നുണ്ടോ? ഇത് പരിഗണിക്കണം. എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഈ കേരളത്തിനകത്ത് കഴിയുന്നുണ്ടോ? എനിക്കിഷ്ടമുള്ള ആരാധനാലയത്തിൽ പോയി ആരാധന നടത്താൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇതൊക്കെ പരിശോധിച്ചാവണം ഈ പ്രോഗ്രസീവ് ക്ലബിൽ അണിനിരന്നിട്ടുള്ള ഓരോ അംഗങ്ങളും ഈ പറയുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളും ഒക്കെ എടുക്കേണ്ടത്. പരസ്പരം നമ്മൾ ഷെയർ ചെയ്യുക. നമ്മളെ കുടുക്കാൻ, നമ്മളെ വഞ്ചിക്കാൻ, നമ്മുടെ വഴിതെറ്റിക്കാൻ പല ആളുകളും പല രൂപത്തിലും വേഷത്തിലും വരും. പൂതന രൂപത്തിൽ വരും, കംസന്റെ രൂപത്തിൽ വരും അല്ലേ? പൂതന വന്നത് എങ്ങനെയാ? ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വന്നതാ. കൃഷ്ണനെ കൊല്ലാനാ ലക്ഷ്യം.
അപ്പൊ പൂതനയായും കംസനായും ഒക്കെ വരും. ചിലപ്പോ പറയും, ഇതാ ഇത് നമ്മുടെ മതക്കാരാണ് ട്ടോ, വോട്ട് ചെയ്യണോട്ടോ, ഇത് നമ്മുടെ ആളുകളാണ് ട്ടോ, വോട്ട് ചെയ്യണോട്ടോ. നമ്മൾ നോക്കേണ്ടത് എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിൽ എന്ത് ചെയ്തു ഓരോ പ്രസ്ഥാനവും. എൻ്റെ ഈ ക്ലബ്ബ് ഉയർത്തിപ്പിടിക്കുന്ന മാനുഷ്യാവകാശം, മാനവികത, സമത്വം, നീതി, ഇതിനൊക്കെ വേണ്ടി ഓരോ ആളുകൾ, ഈ പറയുന്ന ആളുകൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മ വേണം. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്ന അകക്കണ്ണ് വേണം. കവിയുടെ വാക്കാണ് അകക്കണ്ണ് വേണം, അണയാത്ത കണ്ണ്. ആ ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒളപ്പമണ്ണയുടെ കവിത പഠിച്ചിട്ടുണ്ട്. അതേതാണെന്നറിയോ? തിങ്കളും താരങ്ങളും. എത്ര പേർക്കറിയാം ബാക്കി? തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം. ഈ മനോഭാവത്തിലേക്ക് നമ്മൾ വരണം. ഇതും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള കാഴ്ചപ്പാടാണ് ഒരു കവിയുടെ. കാരണം എൻ്റെ കുട എന്ന് പറയുന്നത്, എൻ്റെ വിദ്യാലയം എന്ന് പറയുന്നത് ഈ ആകാശമാണ്. ഈ ആകാശത്തിന്റെ കീഴിലാണ് എൻ്റെ വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഈ ലോകം ഒരു കുടുംബമാണ്, ഒരു കിളിക്കൂടാണ്. അവിടെ ജാതിയോ മതമോ അല്ല, മനുഷ്യന്മാർ തമ്മിലുള്ള സാഹോദര്യവും സ്നേഹവുമാണ് ഈ വിദ്യാലയത്തിൽ നിന്ന് ഞാൻ പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കവി ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ മാനസികാവസ്ഥയിലേക്കും നമ്മൾ പഠിക്കുന്ന അക്ഷരങ്ങളിൽ നിന്ന് അത് നമ്മളെ പഠിപ്പിക്കുന്ന ആശയത്തിലേക്ക് ഉയർന്നുകൊണ്ട് ഇന്നും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ തളം കെട്ടി കിടക്കുന്ന ചില അബദ്ധധാരണകളും അന്ധവിശ്വാസങ്ങളും മനുഷ്യാവകാശത്തിനെതിരായ ചിന്തകളും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം മറികടന്ന് സമൂഹത്തെ കുറെ കൂടി ഉയർച്ചയിലേക്ക്, തുല്യതയിലേക്ക്, നീതിയിലേക്ക് പോകേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ ഈ പ്രോഗ്രസീവ് ക്ലബ്ബ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് നമുക്കെല്ലാവർക്കും കൂടി പ്രയത്നിക്കാം. അതിന് നിങ്ങളുടെ ക്ലബിന് കൂടുതൽ ഭംഗിയായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ 35ാമത് വാർഷികം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.